ദുർഗായൈ നമഃ. നമസ്തേ സജ്ജനങ്ങളെ, അനന്തപുരിയിലെ ഉത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തി നിർഭരവും ആചാര അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ സംരംഭത്തിൽ ഇന്ന് തിരുവനന്തപുരം ചെമ്പഴന്തി ചെല്ലമംഗലം ദേവീക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവം 2025 മാർച്ച് 3 മുതൽ 12 വരെ നടക്കുകയുണ്ടായി. അതിൽ 7ാം തിരു ഉത്സവ ദിവസം ക്ഷേത്രത്തിൽ നടന്ന പൊങ്കാലയുടെയും ക്ഷേത്ര ചടങ്ങുകളുടെയും രാവിലെ നടന്ന അന്നദാനത്തിൻ്റെയും പ്രസക്ത ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തിപുരസ്സരം ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. കാലം മനുഷ്യൻ്റെ ഗതിവിഗതികൾക്ക് പുതിയ മാനങ്ങൾ നൽകിയപ്പോൾ അതിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് സമൂഹത്തിൽ നിന്നും നന്മ അപ്രത്യക്ഷമായി. തിന്മയുടെ വിളയാട്ടം കാലഗതിയെപ്പോലും മൂല്യച്യുതിയുടെ ഭീകരതയിലേക്ക് നയിക്കുന്ന ഈ കാലഘട്ടത്തിൽ അഭയം പ്രാപിച്ചെത്തുന്ന ഭക്തജനങ്ങൾക്ക് ആശ്രയമരുളുന്ന ദേവീ സാന്നിധ്യത്തിൽ പ്രഭാപൂരിതമായിരിക്കുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ചെല്ലമംഗലം ദേവീക്ഷേത്രം. നാടിൻ്റെ നാനാഭാഗത്തുള്ള ഭക്തജനങ്ങൾക്കും ഈ ക്ഷേത്രം സുപരിചിതമാണ്. യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ ഈ ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഓലമേഞ്ഞ ഒരു ചെറിയ അമ്പലമായിരുന്നത്രേ. കാലാന്തരത്തിൽ ഈ ദേശത്തിൻ്റെ രക്ഷകിയായ ദുർഗാദേവിയുടെ മാഹാത്മ്യം വർദ്ധിക്കുകയും തുടർന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ നിർദ്ദേശാനുസരണം കൃഷ്ണശിലയിൽ നിർമ്മിച്ച ദേവീ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുകയും ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ അമ്പലം പുതുക്കി പണിയുകയും ചെയ്തു. അങ്ങനെ ഇരിക്കവേ ഒരിക്കൽ കുറച്ച് അകലെയുള്ള പട്ടാഴിമല എന്ന സ്ഥലത്തുള്ള കാവിനുള്ളിൽ ഒരു ശിവലിംഗം അനാഥമായ നിലയിൽ വഴിയാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് കാവിരുന്ന സ്ഥലം വെട്ടിത്തെളിക്കേണ്ടി വന്നപ്പോൾ ശിവലിംഗം എന്തു ചെയ്യണമെന്ന ചിന്ത നാട്ടുകാരെ വിഷമിപ്പിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ ഗുരുദേവൻ്റെ അടുക്കൽ ചെന്ന് ഉപദേശം തേടുകയും ഗുരുവിൻ്റെ അഭിപ്രായ പ്രകാരം ആ ശിവലിംഗത്തെ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയും ദേവപ്രശ്നപ്രകാരം തുല്യസ്ഥാനം നൽകി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തുടർന്ന് ശ്രീകോവിലിന് വലതുഭാഗത്തായി കന്നിമൂലയിൽ ഗണപതി ഭഗവാനെയും നാഗർതമ്പുരാനെയും പ്രതിഷ്ഠിച്ച് ആരാധിച്ച് വരവേ 2004 നടന്ന അഷ്ടമംഗല ദേവപ്രശ്നവിധി പ്രകാരം നിലവിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ കാലപ്പഴക്കത്താൽ ചില ന്യൂനതകൾ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീകോവിൽ തഞ്ചാവൂർ ശില്പചാതുരിയിൽ മനോഹരമായ അലങ്കാരപ്പണികളോടെ പുനർനിർമ്മിച്ച് 2007 മാർച്ച് 1 തീയതി ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ദേവനാരായണൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുനഃപ്രതിഷ്ഠിക്കുകയും ശിവഭഗവാന്റെ അമ്പലം യഥാസ്ഥാനത്തേക്ക് മാറ്റി പുനർനിർമ്മിക്കുകയും പുനഃപ്രതിഷ്ഠ ചെയ്യുകയും കൂടാതെ ഭദ്രകാളി ദേവിക്കു വേണ്ടി ഉപദേവാലയം നിർമ്മിച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിലെ മൂലബിംബമായ ദേവീ വിഗ്രഹത്തിന് ഏറെ സവിശേഷതകളുണ്ട്. മന്ദസ്മേരം തുളുമ്പുന്ന മുഖം, 4 തൃക്കൈകളിൽ അമ്പ്, വില്ല്, ശംഖ്, ചക്രം എന്നിവയേന്തി സിംഹവാഹനത്തിൽ തേജസ്വിനിയായി വിരാജിക്കുന്ന ദേവീ വിഗ്രഹം ഒറ്റക്കല്ലിൽ തീർത്തതാണ്. വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇത്തരം വിഗ്രഹം ദർശിക്കുവാൻ സാധിക്കൂ. ചെല്ലമംഗലം ദേവിയുടെ തിരുമുമ്പിലെത്തി നിറഞ്ഞ ഭക്തിയോടെ ഭജിക്കുന്നവർക്ക് അമ്മയായ ദേവിയുടെ മാതൃഹൃദയത്തിൻ്റെ സംരക്ഷണത്തിൽ ദുരിതക്ലേശങ്ങൾ കരുതി വരികയും ഭയം അകന്ന് സുരക്ഷിതമായ ജീവിതയാത്ര നടത്തുവാനും സാധിക്കുന്നു. വിവാഹ തടസ്സം അനുഭവിക്കുന്ന കന്യകമാർ ഈ നടയിലെത്തി 21 തിങ്കളാഴ്ച വ്രതചര്യകളോടെ നിർമ്മാല്യ പൂജ തൊഴുതാൽ ദേവീ കടാക്ഷമുണ്ടാവുകയും മംഗല്യവതികളായി മാറുകയും ചെയ്യുമെന്നുള്ളത് അനുഭവസ്ഥരായ ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോരുന്നു. ദേവീ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനും നാടിൻ്റെ അഭിവൃദ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടി എല്ലാ പൗർണമി നാളിലും ഇവിടെ ഐശ്വര്യപൂജ നടന്നു വരുന്നു. കൂടാതെ എല്ലാ മലയാള മാസം 1 തീയതിയും പൊങ്കാല വഴിപാടും നടക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വിശേഷം ശിവരാത്രി പൂജയാണ്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയിൽ വരുന്ന മഹാശിവരാത്രി നാളിൽ പകൽ തുടങ്ങി പുലരുവോളം ശിവന് പ്രത്യേക പൂജയും ധാര, അഭിഷേകം തുടങ്ങിയ ക്ഷേത്ര ആചാരങ്ങളും അഖണ്ഡ നാമജപവും നടക്കാറുണ്ട്. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ധാരാളം ഭക്തജനങ്ങൾ ശിവസ്തുതികളുമായി അന്നേ ദിവസം ക്ഷേത്രത്തിൽ ഉറക്കമിളയ്ക്കുന്നു.
ശാന്തസ്വരൂപിണിയായും ചെല്ലമംഗലത്ത് വാണരുളുന്ന ദുർഗാദേവി 1000 ഭക്തജനങ്ങളുടെ അമ്മയായി ആശ്രയമായി ഇവിടെ കുടികൊള്ളുന്നു. 135ാമത് പ്രതിഷ്ഠാ വാർഷികവും 18ാം പുനഃപ്രതിഷ്ഠാ വാർഷികവും ആഘോഷിക്കുന്ന ഈ ക്ഷേത്രത്തിൽ 10 ദിവസമായി നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ 1ാം ഉത്സവ ദിവസം രാവിലെ തൃക്കൊടിയേറ്റും വൈകുന്നേരം നടക്കുന്ന ഉത്സവ സദ്യയും 2ാം ഉത്സവ ദിവസം മുതൽ കളഭാഭിഷേകവും പ്രഭാത ഭക്ഷണവും കൂടാതെ എല്ലാ ദിവസവും രാത്രി 7 മണി മുതൽ ഉത്സവ സദ്യയും നടക്കുന്ന ക്ഷേത്രമാണിത്. 7ാം ഉത്സവത്തിൽ രാവിലെ പൊങ്കാലയും 8ാം ഉത്സവം പുനഃപ്രതിഷ്ഠാ വാർഷിക ദിനമായും ആചരിക്കുന്നു. അന്നു വൈകുന്നേരം ക്ഷേത്രത്തിൽ ഐശ്വര്യ പൂജയും നടക്കുന്നു. 9ാം ഉത്സവ ദിവസം വലിയ കാണിക്ക സമർപ്പണം, പള്ളിവേട്ടയ്ക്ക് പുറപ്പെടൽ, പള്ളിവേട്ട കഴിഞ്ഞ് വരുമ്പോൾ താലപ്പൊലി ഘോഷയാത്രയും നടക്കുന്നു. 10ാം തിരു ഉത്സവത്തിൽ തിരു ആറാട്ടും ഉച്ചയ്ക്ക് ആറാട്ടു സദ്യയും നടക്കുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത പകൽപൂരവും സമ്പൂർണ്ണ ഘോഷയാത്രയുമാണ്. തെക്കൻ കേരളത്തിൽ പൂരപ്പെരുമയ്ക്ക് തുടക്കം കുറിച്ച ചെല്ലമംഗലം പൂരം നടക്കുന്നത് ഈ ക്ഷേത്ര മൈതാനത്തിലാണ്. കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാരെ അണിനിരത്തി താളമേള വാദ്യഘോഷങ്ങൾ വർണ്ണ വിസ്മയം തീർക്കുന്ന പൂരക്കാഴ്ചയാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ ക്ഷേത്രം വിദ്യാഭ്യാസ, ക്യാഷ് അവാർഡ്, ചികിത്സാ സഹായങ്ങൾ, മറ്റ് സേവനങ്ങൾ എന്നിവയായ ജനോപകാര പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലാണ്. ദേശദേവതയായി വിരാജിക്കുന്ന ചെല്ലമംഗലം ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മയുടെ മാതൃപരിലാളനം ലഭിക്കുമാറാകട്ടെ എന്ന് ദേവീനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ ക്ഷേത്ര വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോയും ദേവീ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ചെല്ലമംഗലം ദേവീ ക്ഷേത്രത്തിൽ നടന്ന പൊങ്കാല മഹോത്സവത്തിൻ്റെ പ്രഥമ ഭാഗം ചിത്രീകരിക്കുവാൻ വൈകിയതിൽ ഖേദിക്കുന്നു. തുടർന്ന് വരും വർഷത്തിൽ ഈ ക്ഷേത്രത്തിലെ പൊങ്കാലയുടെ പൂർണ്ണരൂപം ചിത്രീകരിക്കുവാൻ സാധിക്കണമെന്ന് ഞങ്ങൾ ദേവീനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദുർഗാദേവി ശരണം എന്ന ദിവ്യനാമം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഓരോ ഭക്തജനങ്ങൾക്കും അമ്മയുടെ കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിയും കീർത്തിയും ഈ ദേശത്തും മറ്റു ദേശങ്ങളിലും എത്തുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ഗണേഷ് ലക്ഷ്മി നാരായണൻ പോറ്റി അവർകളും ക്ഷേത്ര മേൽശാന്തി ശ്രീ സജീഷ് കൊടുങ്ങല്ലൂർ അവർകളും കീഴ്ശാന്തി ശ്രീ നിതീഷ് തൃക്കടവൂർ അവർകളുമാണ്. ക്ഷേത്രവിലാസം ചെല്ലമംഗലം ദേവീ ക്ഷേത്രം ട്രസ്റ്റ്, ചെല്ലമംഗലം ചെമ്പഴന്തി PO തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471259056. മറ്റൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.